നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം നമ്മുടെ ലോക എന്ന ചിത്രം നേടിയ ഒരു പുതിയൊരു റെക്കോർഡിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആദ്യമേ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ആണ് ഈ ദിവസത്തെ. അപ്പോൾ അതിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ആ വിജയ പർവം തുടരുകയാണ്. ചന്ദ്ര അങ്ങനെ ഗംഭീര വിജയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ദിവസങ്ങൾ ഈ സിനിമ പിന്നിട്ടു എന്നുള്ള വാർത്തയാണ്. ഔദ്യോഗികമായിട്ടൊരു പോസ്റ്റർ പുറത്തുവിട്ട് കഴിഞ്ഞു. തിയേറ്ററിലും OTT-യിലുമായിട്ട് ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലോക. മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി സിനിമ മാറിക്കഴിഞ്ഞു. 305 കോടിയോളം രൂപ ഇതുവരെ ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അനൗദ്യോഗികമായിട്ടുള്ള പല റിപ്പോർട്ടുകളും പറയുന്നത് 310 ആണെന്നാണ്. ഏതായാലും 305 കോടി എന്നുള്ളത് അനൗദ്യോഗികമല്ലാതെ നമുക്ക് മനസ്സിലാക്കിയ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്തായാലും 305 കോടിക്കടുത്തുള്ള കളക്ഷൻ ചിത്രം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇതാ ചിത്രത്തിന് 75-ാം ദിനത്തിൻ്റെ പോസ്റ്റർ ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വേൾഡ് വൈഡ് റിലീസിൻ്റെ ഒരു കാലഘട്ടം. അതുമാത്രമല്ല, എങ്ങനെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയാൽ പോലും ചിത്രം ഒരു 30 ദിവസത്തിനപ്പുറമൊന്നും പല സിനിമാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുന്ന ഒരു ചരിത്രം ഇപ്പോൾ ഇല്ല. ആ ഒരു ചരിത്രമാണ് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുന്നത്. OTT-യിലും ബിഗ് സ്ക്രീനിലുമായി ചിത്രം 75 ദിനങ്ങൾ പിന്നിടുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററുകളിൽ ഈ സിനിമ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും PVR എന്ന സ്ക്രീനുകളുള്ള എല്ലാ കേരളത്തിലെ തിയേറ്ററുകളിലും ഇതുണ്ട്. PVR ഉള്ളിടത്തൊക്കെ ഈ സിനിമ ഉണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ PVR ഉള്ളിടത്തൊക്കെ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഗൾഫ് കൺട്രീസിലും ഈ സിനിമ ഇപ്പോൾ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. OTT-യിലുണ്ടെങ്കിൽ കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് പറയാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ സിനിമ കാണാൻ ആളുകൾ പോകുന്നുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു വിജയം. ഇപ്പോൾ രണ്ടാം ഭാഗത്തിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാവുന്ന പോലെ തന്നെ ചാത്തന്മാരുടെ കളികളാണ് ഇനി വരാനിരിക്കുന്നത്. കേരളത്തിലെ ഐതിഹ്യവും മിത്തുകളുമെല്ലാം തന്നെ ഇഴകേറി പരിശോധിച്ച് അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാള സിനിമ യൂണിവേഴ്സ് തന്നെ ഡൊമിനിക് അരുണും കൂട്ടരും ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അരുൺ ഡൊമിനിക് എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരന് വലിയ വിജയാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ ദുൽഖർ എന്ന് പറഞ്ഞ നിർമ്മാതാവിനും ഇതിൻ്റെ വിജയത്തിൽ അവകാശമുണ്ട്. കാരണം ഇത്തരത്തിലൊരു സിനിമ, അതും താരതമ്യേന പുതുമുഖങ്ങളെ വെച്ച് വലിയ താരമൂല്യമില്ലാത്ത എന്നാൽ താരതമ്യേന താരമൂല്യമുള്ള താരങ്ങൾ കൂടിയാണ്. വലിയൊരു ബഡ്ജറ്റിൽ ഒരു ഏകദേശം 30 കോടിക്കടുത്തുള്ളൊരു സിനിമ ബഡ്ജറ്റിൽ സിനിമ ഇറക്കിയപ്പോൾ അത് വിജയമാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പോലും ഇത്രയും വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ചിത്രം കയറി കൊളുത്തി, ആളുകൾ ഏറ്റെടുത്തു. അങ്ങനെ ഇന്ത്യ കണ്ട മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയിലെ 300 കോടി ക്ലബിലേക്ക് അത് നടന്നു കിടക്കുകയും ഇന്ത്യയിലെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു വൻ നാഴികക്കല്ല്, അത് 300 കോടി എന്നതിനപ്പുറം അതൊരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായിട്ട് മലയാളത്തിൽ മാറി, ഇൻഡസ്ട്രി ഹിറ്റായി മലയാളത്തിൽ മാറി. എല്ലാവിധ റെക്കോർഡുകളും ഇപ്പോൾ ലോകയുടെ കൈകളിലാണ്. കാത്തിരിക്കുകയാണ് ആ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. നിങ്ങളുടെ